നമുക്കൊരു ഹിജാബിൻ്റെ പീസ് വെച്ചിട്ടൊരു ഷർട്ട് സ്റ്റിച്ചിങ് മെത്തേഡ് നോക്കാം. 15 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള സ്റ്റിച്ചിങ്ങാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്, ഓപ്പൺ സൈഡാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 26 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 12 ഇഞ്ചിലെടുത്തിട്ടുണ്ട്. ഇത് ഈ ഓരോ ഓപ്പൺ സൈഡിലാണ് നമ്മളിവിടെ പ്ലാക്കറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഷോൾഡർ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഷോൾഡറിൻ്റെ ആ ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 7 ഇഞ്ചിൽ ആം ഹോള്, ആ ഷോൾഡറിൽ നിന്ന് താഴോട്ടായിട്ട് 7 ഇഞ്ചിൽ ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ആം ഹോളിൻ്റെ അതേ 7 ഇഞ്ചിൽ തന്നെ ഇവിടെ നമ്മൾ ബെസ്റ്റ് സൈസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബെസ്റ്റ് 9 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് തുമ്പ് വെച്ചിട്ട് 9 ഇഞ്ചിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളിൻ്റെ ഹാഫ് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് താഴോട്ട് നമ്മൾ വേസ്റ്റ് സൈസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 7 ഇഞ്ചിലാണ് ആ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും 7.25 ഇഞ്ചിലായിട്ട് വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഹിപ്പിൻ്റെ അളവാണ് എടുക്കുകയാണ്. ഹിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 26 ഇഞ്ച് ലെങ്ത്ത് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹിപ്പ് ഇവിടെ നമ്മൾ പ്ലാക്കറ്റിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഹിപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് 9.5 ഇഞ്ചിലാണ് ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ നമ്മൾ ഈ മാർക്ക് ചെയ്തതിലൂടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇത് സ്കിൻ ഫിറ്റ് ടൈപ്പ് ആയിട്ടുള്ളൊരു ഷർട്ടാണ്, ലൂസില്ലാത്ത ഐറ്റാണിത്. ഇത് നമ്മളൊരു ഹിജാബ് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ തന്നെ ആ ഹിജാബിന് എത്രത്തോളം നമുക്ക് ലെങ്ത്തും വിഡ്ത്തും കിട്ടുമോ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇനി നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കാണ്. 2.5 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഡെപ്ത്ത് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ച് തന്നെയാണ്. ഇതേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇനി ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒരു 3/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്
കഴുത്തിൽ നിന്ന് ഷോൾഡറിലോട്ടായിട്ടൊന്ന് ചെരിച്ച് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഒരു കേവ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡ് ഭാഗം കേവ് ഷേപ്പിൽ ലൈന് കൊടുക്കുക. ഈ പ്ലാക്കറ്റിൻ്റെ ഭാഗം ഇതേ രീതിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തു. ഷോൾഡറിൻ്റെ ആ ഭാഗവും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പോൾ ഷേപ്പാണ് അടുത്തത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ബാക്ക് പീസാണ്. ബാക്ക് പീസ് ഇതേ രീതിയിൽ സെൻറ്റർ മടക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഓപ്പൺ സൈഡ് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് കൂടെയാണ് ഇനി നമ്മൾ അതിനോട് ചേർത്തിട്ട് വേണം ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതിന് മേലോട്ടായിട്ട് ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാക്കറ്റിൽ ഇട്ടിട്ടുള്ള ലൈന് ഇതേ രീതിയിൽ മടക്കിയിട്ട് ആ ഫോൾഡ് ചെയ്ത് കിടക്കുന്ന ഭാഗത്തോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. ഒരു ഇഞ്ച് മേൽപോട്ട് 1 ഇഞ്ച് കൂടുതലാക്കി വെച്ചിട്ട് താഴോട്ട് ഇറക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷർട്ടിന് 26 ഇഞ്ച് ലെങ്ത് ആണെങ്കിൽ അതിൽ കൂടുതൽ 27 ഇഞ്ചോളം ലെങ്ത്ത് ഉള്ള പീസാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വൃത്തിയിൽ തന്നെ അതിൻ്റെ സ്കെച്ചിങ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ബാക്ക് പീസിൻ്റെ മുകളിലോട്ടായിട്ട് 1 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ കൈക്കുഴിൻ്റെ ഭാഗം ഒന്നും കൂടി കയറ്റി 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതേ രീതിയിൽ കൊടുക്കുക. ഇനി ആം ഹോള് സ്കെച്ച് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് സ്കെച്ച് ചെയ്ത് കൊടുക്കുക. ഹിപ്പിൻ്റെ ഭാഗം അങ്ങനെ ഫുള്ളായിട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ട് അതേ രീതിയിൽ തന്നെ ബാക്ക് പീസിന് കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്ക് പീസിൽ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഇഞ്ച് ഡെപ്തിലും 2.5 ഇഞ്ച് വിടുത്തിലായിട്ട് ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ ലൈനിട്ട് കൊടുക്കുക. ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ ഈ കോർണർ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ചൈനീസ് കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്ലീവ്സിനുള്ള പീസാണ്. 13 ഇഞ്ച് ലെങ്ത്തിലും 7 ഇഞ്ച് വിടുത്തിലായിട്ട് അങ്ങനെ 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 7 ഇഞ്ച് വിടുത്തും 13 ഇഞ്ച് ലെങ്ത്തിലായിട്ടാണ് പീസ് വരുന്നത്. ഇവിടെ നമ്മൾ ആം ഹോള് കട്ട് ചെയ്തെടുക്കുക. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഓപ്പൺ സൈഡിൽ 3 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ കോർണറിൽ നിന്നും ഈ 3 ഇഞ്ചിലോട്ടായിട്ട് ഒരു ചെരിച്ച് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം.
ഇതിപ്പോൾ 9 ഇഞ്ചിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് 4.5 ഇഞ്ചിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ബാക്ക് സ്ലീവിൻ്റെ ബാക്ക് വശമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു മാർക്കിലൂടെ കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ട് സൈഡ് ഒന്ന് കുഴിച്ചൊരു എസ് എന്നുള്ള രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു 4.5 ഇഞ്ചിൽ നിന്നും താഴോട്ടായിട്ട് ഒരു എസ് ടൈപ്പിൽ ആ പോയിന്റിലോട്ട് വരച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കൊടുത്ത് ഇനി 2 പീസ് മാത്രമാക്കി എടുത്തിട്ട് ഫ്രണ്ട് സൈഡ് ആ കുഴിച്ച് കട്ട് ചെയ്തൊരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളൊരു പീസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലെങ്ത്ത് കുറവായത് കാരണം. അപ്പം ബോട്ടം ലൂസ് വരുന്നത് 6 ഇഞ്ചിലാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അളവിലാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് സ്ലീവിനുള്ളതായിട്ട് ഇതേ രീതിയിൽ മടക്കിയിട്ട് 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ആറ് ഇഞ്ച് വെച്ച് മടക്കിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് കയ്യിലുള്ള പീസ് കൊണ്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കിട്ടുന്നിടത്തോളം ഉള്ള ആ ഒരു പീസ് വെച്ചിട്ട് തന്നെയാണ് കൈൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശത്തു നിന്നും ചീത്ത വശത്തോട്ടായിട്ട് ഒരു 1/2 ഇഞ്ച് ആ ഒരു മടക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 1/2 ഇഞ്ചാണ്. ആ അളവിൽ വെച്ചിട്ട് പരത്തി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കാണുന്ന വശം ചീത്ത വശമാണ്. ഫ്രണ്ട് പീസിൽ നമ്മൾ പ്ലാക്കറ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗമാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് പ്ലാക്കറ്റും നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ള 2 പ്ലാക്കറ്റും ഇതേ രീതിയിൽ തന്നെ ചീത്ത വശത്തോട്ട് വെച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന വശം നല്ല വശമാണ്. ബാക്ക് പീസിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന വശം ചീത്ത വശമാണ്. നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇതേ രീതിയിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ആ കട്ട് ചെയ്തിട്ടുള്ള ആ സ്ലീവ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ഇനി സെക്കൻഡ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനൊരു ഡിസൈൻ കൂടി ചെയ്തെടുക്കാനുണ്ട്. അത് നമ്മൾ അതിൻ്റെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 2 സ്ലീവിനെയും ഷർട്ടിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ സെൻറ്റർ നോക്കി വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ട് പിന്നെ ബാക്കോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ റൗണ്ടിൽ 2 കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചൈനീസ് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇതൊരു ഷർട്ടാണ്. ഈ ഷർട്ടിനാണ് ആ ഒരു ചൈനീസ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലാക്കറ്റുള്ള ഭാഗം ഒഴിവാക്കി വെച്ചിട്ട് ഇങ്ങനെ സെൻറ്റർ മടക്കി എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് വലിച്ചു പിടിച്ച് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നടു മടക്കി എടുത്തിട്ട് 7.5 ഇഞ്ചിലാണ് ഇതിൻ്റെ ആ ഒരു അളവ് വരുന്നത്. അപ്പോൾ ടോട്ടൽ റൗണ്ട് വരുന്നത് 15 ഇഞ്ചിലാണ് ആ നെക്കിൻ്റെ റൗണ്ട് വരുന്നത്. നമ്മളിവിടെ ഒരു 16 ഇഞ്ച് ലെങ്ത്തുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചിലാണ്. ഇതേ രീതിയിലൊന്ന് പിൻ ചെയ്ത് വെക്കുക. ഇനി ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേ രീതിയിലൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഈ ക്യാൻവാസിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. അതിൻ്റെ നമ്മൾ റൗണ്ട് 7.5 ഇഞ്ചിൽ ആണ്. ആ 7.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 16 ഇഞ്ച് ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 15 ഇഞ്ച് മതി. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ലൈനിൻ്റെ ഈ ഭാഗത്ത് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 16 ഇഞ്ച് ക്യാൻവാസിന് 15 ഇഞ്ചായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്കിലൂടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലോട്ട് ഒരു കേർവ് ഷേപ്പിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഓരോ ഇഞ്ച് 1 ഇഞ്ച് 1 ഇഞ്ചായിട്ട് ഫുള്ളായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ ഇതേ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ കേവ് ഷേപ്പിൽ ഈ കോർണറൊക്കെ കേവ് ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കുക. ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ മാർക്ക് ചെയ്തത് 7.5 ഇഞ്ചിൽ തന്നെ കറക്റ്റാണോ എന്ന് നോക്കി കൊടുക്കുക. 7.5 ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഒരു കേവ് ഷേപ്പിലാക്കി കൊടുക്കണം. അപ്പോൾ ഈ കോർണറിൽ ജസ്റ്റ് കേവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇതേ രീതിയിൽ നെക്കിനുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പീസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്ര ഒരു വിഡ്ത്തും നീളമുള്ള ഒരു പീസ് എടുക്കുക, അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് ഇതേ രീതിയിൽ തന്നെ ഒരു പീസ് കൂടി വെക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഈ ഒരു കട്ട് ചെയ്ത പീസിന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിവശത്ത് ഇതേ രീതിയിലുള്ളൊരു പീസ് കൂടി വെച്ചിട്ട് ഈ ഉള്ളിലൂടായിട്ട് ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മളിവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 പീസിനും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അറ്റത്തു നിന്നായിട്ട് ഇവിടെ നമ്മൾ കേവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ടായിട്ട് ഉള്ളിലൂടെ ഈ ക്യാൻവാസിനോട് ചേരാത്ത തരത്തിൽ അതിൻ്റെ അടുത്ത് കൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആർക്ക് ഷേപ്പിൽ ആക്കിയിട്ട് ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ എഡ്ജ് ആ സ്റ്റിച്ചിൽ തട്ടാത്ത തരത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നല്ല വശത്തോട്ട് എടുക്കുകയാണ്. ഇങ്ങനെ കോർണർ ഭാഗമൊക്കെ വൃത്തിയിലാക്കി എടുക്കുക. ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പോളിസ്റ്റർ മെറ്റീരിയൽ ആയ കാരണം തന്നെ അയൺ ചെയ്തത് വൃത്തിയിൽ കിട്ടാത്തത് കാരണം നമ്മൾ ആ ഒരു മടക്കി ഉള്ളിലോട്ട് ക്യാൻവാസിനോട് ചേർത്ത് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ പിൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസിനോടായിട്ട് ഈ വശവും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാനുള്ളത് ഈ ക്യാൻവാസിൽ തട്ടാതെ ഇതിൻ്റെ ഈ എഡ്ജിലൂടെ ജസ്റ്റ് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ആ ഒരു ഷർട്ടിൻ്റെ പീസിനോട് നെക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അടയാളം കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഇത് ക്യാൻവാസിനോട് തട്ടാതെ അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയെങ്കിലും ക്യാൻവാസിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് പൊട്ടിച്ചെടുത്താൽ മതി. എങ്കിൽ നമുക്ക് ആ ഒരു അടയാളം കിട്ടും. നമുക്ക് ആ ഷർട്ടിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള അടയാളം കിട്ടും. ഇവിടെ അങ്ങനെ വലിച്ച് വെച്ച് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ചിൽ ഈ ഭാഗവും കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ആ ഒരു ഷർട്ടിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഷർട്ടിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനോട് കൂടി ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്ത സെൻറ്ററും ചേർത്ത് വെച്ച് കൊടുക്കുക. ഷർട്ടിൻ്റെ ആ ഒരു ചീത്ത വശത്തോട്ട് ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ വശം വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കഴുത്തിൻ്റെ ഭാഗം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ആ ലൈന് കാണാം, അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് അവിടെ കിട്ടും. ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പ്ലാക്കറ്റിൻ്റെ ഈ ഒരു അറ്റുണ്ട് അവിടെ, ഇതിൻ്റെ ആ തുമ്പ് പുറത്തോട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഉള്ളിലോട്ട് കയറ്റി കൊടുത്തിട്ട് വേണം നമുക്കിവിടെ ആ ഒരു സ്റ്റിച്ചിങ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ്. ഉള്ളിലോട്ട് ഇങ്ങനെ വൃത്തിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലോട്ടായിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ വരെ ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ പീസ് എത്തിയിട്ടുണ്ട്. ബാക്കി പ്ലാക്കറ്റിൻ്റെ വശം അവിടെ പരത്തി സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇതേ രീതിയിൽ വരും. ഇനി മറ്റേ സൈഡും അതേ സെൻറ്ററിലൂടെ മറ്റേ വശത്തോട്ടും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ക്യാൻവാസിന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ലൈനിലൂടെ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ ആ പ്ലാക്കറ്റിൻ്റെ ഉൾവശത്തോട്ട് ആ ഒരു തുമ്പിനെ കയറ്റി കൊടുത്തിട്ട് ആ പ്ലാക്കറ്റിനെ പരത്തി സ്റ്റിച്ചിങ് കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നെക്കിനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാനുള്ളത് ഈ ഒരു തുമ്പിനെല്ലാം ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ ക്യാൻവാസിനെ പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എഡ്ജിൽ നിന്ന് മേലോട്ടായിട്ട് ഇവിടെ പരത്തി സ്റ്റിച്ചിങ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ തുമ്പുകളെല്ലാം ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു വശത്തോട്ടാക്കി സ്റ്റിച്ച് ചെയ്തിട്ട്
ഇവിടെയുള്ള തുമ്പിനെ ഉള്ളിലോട്ടാക്കിയിട്ട് ഈ ഭാഗവും പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈന് കാണാം, അത് പുറത്തോട്ട് കാണാത്ത തരത്തിൽ തന്നെ വേണം ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുള്ളായിട്ട് ആ ചൈനീസ് നെക്കിനെ ഷർട്ടിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ വശവും പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ലീവിന് ഒരു മോഡൽ വെക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വിഡ്ത്തിലും 5.5 ഇഞ്ച് ലെങ്ത്തിലായിട്ട് 2 പീസ് എടുത്തിട്ടുണ്ട്. അതിന് ഇതേ രീതിയിൽ ചീത്ത വശത്ത് വെച്ചിട്ടാണ്, നല്ല വശത്തോട് ചേർത്ത് മടക്കിയിട്ട് ചീത്ത വശം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 2 വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് പീസും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കോർണർ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഈ കത്രികൻ്റെ ഈ അറ്റം കൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് എടുത്തിട്ട് നല്ല വശത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. 2 പീസിനെയും ഇതേ രീതിയിൽ നല്ല വശത്തോട്ട് എടുക്കുക. ഇതിൻ്റെ കോർണർ ഭാഗം ഇങ്ങനെ വൃത്തിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു സ്ലീവിന് ലെങ്ത്ത് കുറവായത് കാരണം ഞാനിങ്ങനെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഹിജാബ് കൊണ്ട് ആയത് കാരണം തന്നെ നമുക്ക് കറക്റ്റ് ഉള്ള ആ ഒരു പീസ് തന്നെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 പീസിനെ ഇതേ രീതിയിൽ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ വശത്ത് ചീത്ത വശത്തോട്ടായിട്ടുള്ള ഈ ഭാഗത്ത് സെൻറ്ററിൽ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ 2 സ്ലീവിനിലും ഇങ്ങനെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവിന് ഇങ്ങനെ ഒരു മോഡൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിങ്ങനെ നല്ല വശത്തോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മളൊന്ന് ബട്ടൺ വെച്ച് കൊടുക്കും. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ലീവിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കൂടുതൽ പീസ് ഉണ്ടെങ്കിൽ നല്ല വീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് കറക്റ്റ് പീസേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 1/4 ഇഞ്ചോളം വെച്ചിട്ട് വീതിയിൽ വെച്ചിട്ടാണ് ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സ്ലീവിനെയും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു പീസിന് നല്ല വശത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ബട്ടന് തുന്നി ചേർത്ത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഈ പ്ലാക്കറ്റിൻ്റെ ഈ ഒരു വശത്ത് നമ്മളിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബട്ടൺ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു 3 ഇഞ്ച് ലെങ്ത്തിൽ വെച്ചിട്ട് ഓപ്പൺ വെച്ചിട്ട് ബാക്കി വശം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരേ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അടിവശത്ത് നിന്ന് മേലോട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വശത്ത് ഇങ്ങനെ പരത്തി വെച്ചിട്ട്
അടിവശത്ത് നിന്ന് മേലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷർട്ടിൽ അടിവശത്തുള്ള ആ ഒരു ഓപ്പൺ തന്നെ ഇവിടെയും വരണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഓപ്പൺ വിട്ടിട്ടാണ് മേൽവശത്തോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 4.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് പരത്തി വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മേൽവശത്ത് ഒരു 3 ഇഞ്ചിൽ ഓപ്പൺ വെച്ചിട്ടുണ്ട്. അതുവരെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ പ്ലാക്കറ്റിൻ്റെ വശം നമ്മളിങ്ങനെ ഓപ്പൺ വെച്ചിട്ട് അടിവശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ജസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാ ഷർട്ടിനെ പോലെ തന്നെ ആ ഒരു മോഡൽ വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളടുത്ത് ചെയ്യുന്നത് 2 സൈഡും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്ലീവിൽ നിന്നും മേലോട്ടായിട്ട് ഇങ്ങനെ ചെയ്ത വശത്ത് കൂടെയാണ് സ്റ്റിച്ചിങ് തുമ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു സ്ലിം ടൈപ്പ് ഷർട്ടാണ്. അധികം വീതി ഇല്ലാതെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത്രയും മെറ്റീരിയലുള്ളൂ നമുക്ക് ഹിജാബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ. 2 സൈഡും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടിവശം ഒരു 1/4 ഇഞ്ചോളം വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കേവ് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത കാരണം നിർത്തി വേണം ഫുള്ളായിട്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഷർട്ടിന് നമ്മളിവിടെ ചൈനീസ് കോളറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ മാത്രമായിട്ട് സ്റ്റിച്ചിങ് കാണണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. അപ്പോൾ ഈ അടിവശം ഇതേ രീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബട്ടൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം 3 ഇഞ്ചിൽ ആണ് നമ്മളവിടെ ഓപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വശത്ത് ബട്ടൺ ഇടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് താഴോട്ടായിട്ട് 4 ഇഞ്ചിലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ലീവിൻ്റെ ഈ ഒരു പീസിനെ ഇങ്ങനെ മേലോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു ബട്ടൺ ചെയ്തിട്ട് അവിടെ ആ ഒരു മോഡൽ ചെയ്ത് കൊടുക്കുകയാണ്. 2 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനിങ്ങനെ പരത്തി വെച്ചിട്ട് ഈ ഒരു പീസിനെ മേലോട്ട് വെച്ചിട്ട് ഇവിടെ ബട്ടൺ വെച്ച് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 സ്ലീവിന് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ ഒരു മോഡലുള്ള ഷർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിടുക.